നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ടക്കറിയാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മുട്ടക്കറി ഉണ്ടാക്കാനായി ഞാൻ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാൻ തക്കാളി, ഒരു പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി മസാലയായി 1.5 സ്പൂൺ മീറ്റ് മസാല, 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 1/4 സ്പൂൺ ജീരകവും 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണവും എല്ലാം മാറി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം സവോള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിട വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മസാലപ്പൊടികളെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ഈ ഒരു പാകത്തിനാകണം. അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് പൊടിയെല്ലാം മൂത്ത് തക്കാളിയെല്ലാം നല്ല വെന്ത് അലിഞ്ഞ് ചേർന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ട വന്നിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ ഈ മസാലയെല്ലാം മുട്ടയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും. ഈ സമയത്ത് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒന്ന് 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ആ മസാല എല്ലാം അതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, മുട്ടയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് തേങ്ങയും പെരുംജീരകവും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്ന പേസ്റ്റ് പോലെ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയിലേക്ക് മസാല എല്ലാം പിടിച്ച് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ അരച്ചത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഹാർഡായിട്ട് ഇളക്കിയാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഒരു തിള വന്നാൽ മതി, ഒത്തിരി തിളച്ച് പോകരുത്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് കടുക് വറുക്കാം. ഞാൻ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞതും ഉണക്കമുളകും കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ മുട്ടക്കറിയിലേക്ക് നമ്മൾ ഈ കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു.